ഹലോ എവൻ എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ചാർധം പ്രൊജക്റ്റ്, യൂണിഫൈഡ് പെൻഷൻ സ്കീം, PM മുദ്ര യോജന, ന്യൂ റാംസാർ സൈറ്റ്സ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർധം പ്രൊജക്റ്റിനെ കുറിച്ചാണ്. സോ ഈ ചാർധം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ചാർധം പരിയോജനയെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാർധം പ്രൊജക്റ്റ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻവയോൺമെൻറ്റൽ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാർധം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ചാർധം പരിയോജന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡിൽ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കണക്ടിവിറ്റി പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെയുള്ള ചാർധംസ് എന്നറിയുന്ന 4 പിൽഗ്രിം സൈറ്റുകളുണ്ട്. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഈ 4 പിൽഗ്രിം സെൻറ്റേഴ്സിനെയും കണക്ട് ചെയ്യുന്നതിനും അങ്ങോട്ടുള്ള കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്, എസ്പെഷ്യലി നിലവിലുള്ള റോഡുകൾ മെച്ചപ്പെടുത്താനും അത് ഓൾ വെതർ റോഡ്സ് ആക്കി മാറ്റാനും അതിൻ്റെ റോഡ്സിൻ്റെ വിഡ്ത്ത് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഈ ചാർധം പരിയോജന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് ഈ പറയുന്ന ചാർധംസ് എന്ന് പറയുന്ന ഈ 4 പിൽഗ്രിം സൈറ്റുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്നത് ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ NHIDCL കൂടി ചേർന്നിട്ടാണ്. ഏകദേശം മൊത്തം 889 കിലോമീറ്റർ ദൂരം വരുന്നതാണ് അല്ലെങ്കിൽ നീളം വരുന്നതാണ് ഈ ചാർധം പരിയോജന എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അപ്പോൾ ഇത് ഈ ഉത്തരാഖണ്ഡ് പോലത്തെ ഒരു ഹിമാലയൻ സ്റ്റേറ്റ് ആകുന്ന സമയത്ത് എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസിലൂടെ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടത്തേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളത് ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനൊക്കെ പറഞ്ഞതിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ വാർത്തക്കകത്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീം അല്ലെങ്കിൽ UPS കുറിച്ചാണ്. സോ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ 2004 തൊട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്ത് വരുന്നൊരു പെൻഷൻ സ്കീമാണ് നാഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ പോപ്പുലർലി ന്യൂ പെൻഷൻ സ്കീം എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ NPS എന്നറിയപ്പെടുന്ന ഒരു പെൻഷൻ സ്കീം. അപ്പോൾ അത് ഒരുപാട് ക്രിറ്റിസിസം കേട്ടിട്ടുള്ളൊരു പെൻഷൻ സ്കീമാണ് ഈ NPS എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇന്ത്യയിൽ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നത് ഒരു പഴയൊരു പെൻഷൻ സ്കീം ഉണ്ടായിരുന്നു. അതിന് ഇപ്പം നമ്മൾ OPS അല്ലെങ്കിൽ ഓൾഡ് പെൻഷൻ സ്കീം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓൾഡ് പെൻഷൻ സ്കീമിനകത്തുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ഗവൺമെൻറ് ബഡ്ജറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് വരുന്ന ചില അഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂ പെൻഷൻ സ്കീം 2004 അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം 2004 കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെതിരായിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒപ്പോസിഷൻ എല്ലാ കാലത്തും 2004 തൊട്ടേ നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ നാഷണൽ പെൻഷൻ സ്കീമിനകത്തുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് റീസെൻ്റ്ലി ഒരു UPS അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന പുതിയൊരു പെൻഷൻ സ്കീം അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ NPS ഒരു സക്സസറാണ് അല്ലെങ്കിൽ NPS റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നൊരു പെൻഷൻ സ്കീമാണ് ഈ പറയുന്നത് UPS എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരുന്നു പഴയ ഓൾഡ് പെൻഷൻ സ്കീം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു ന്യൂ പെൻഷൻ സ്കീം അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ പുതിയ യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ കുറിച്ച് അല്ലെങ്കിൽ UPS കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു പഴയ ഓൾഡ് പെൻഷൻ സ്കീം എന്ന് മനസ്സിലാക്കുക. ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ, അതായത് ഇവർ അവസാനമായിട്ട് പിൻവലിച്ചിട്ടുള്ള, അതായത് റിട്ടയർമെൻറ്റിന് മുമ്പ് പിൻവലിച്ചിട്ടുള്ള സാലറിയുടെ 50% പെൻഷൻ കൊടുക്കുന്ന സ്കീമാണ് ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. പകരം ഇവർ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% മാസാമാസം ഗവൺമെൻറ് ഇവർക്ക് പെൻഷനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടയറീസിന് ഒരു അഷ്വേർഡ് ആയിട്ടുള്ള പെൻഷൻ ഇത് കൊടുക്കുന്നുണ്ട്. ഡിഫൈൻഡ് ആയിട്ടുള്ള ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് മാസാമാസം മരിക്കുന്നത് വരെ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിന് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാക്കും. ഒന്ന്, ഈ പറയുന്ന പെൻഷനേഴ്സിന് അവർ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% ഗവൺമെൻറ് മാസാമാസം പെൻഷനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അത് മൊത്തം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൂടാതെ ഈ കാലാകാലങ്ങളിൽ നമ്മുടെ ഈ ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിത ചെലവുകൾ കൂടുന്ന സമയത്ത് എംപ്ലോയീസിന് ഡിയർനെസ് അലവൻസ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യും. അതായത് ഈ ഒരു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജീവിത ചെലവുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ
ഈ പെൻഷനേഴ്സിന് ഒരു ഡിയർനെസ് റിലീഫ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ഈ പറയുന്ന ഈ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% പെൻഷൻ, അതിൻ്റെ കൂടെ ഈ ഡിയർനെസ് റിലീഫും കൂടി ചേർത്തിട്ട് കാലാകാലങ്ങളിൽ ഈ പെൻഷൻ എമൗണ്ട് വർദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് ഓരോ വർഷത്തെയും ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു മാസീവ് എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2003 ഈ ഓൾഡ് പെൻഷൻ സ്കീം ഗവൺമെൻറ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ഡെഡിക്കേറ്റഡ് പെൻഷൻ ഫണ്ട് ഇല്ല. കാരണം ഈ എംപ്ലോയീസിൻ്റെയും എംപ്ലോയേഴ്സിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ കീഴിലുള്ള പെൻഷൻ ഫണ്ട് പോലൊരു ഫണ്ട് ഇവിടെ ഇല്ല. പകരം ഗവൺമെൻറ് അവരുടെ കയ്യിൽ നിന്നാണ് പെൻഷൻ പേ ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ബഡ്ജറ്ററി ബേർഡൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്, വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ബേർഡൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു ഓൾഡ് പെൻഷൻ സ്കീം. അത് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിന് ഈ ബഡ്ജറ്ററി ബേർഡൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്ത് അവരുടെ ശമ്പളത്തിൻ്റെയും അല്ലെങ്കിൽ അവർ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ വരാൻ പോകുന്ന തലമുറയുടെ മുകളിൽ ഒരു പുതിയ ഫിനാൻഷ്യൽ ബേർഡൻ ഇമ്പോസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഓൾഡ് പെൻഷൻ സ്കീം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ ജനറേഷൻസിന് ഇത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ജനറേഷനായിട്ടുള്ള ഇക്വിറ്റി ഇഷ്യൂ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾഡ് പെൻഷൻ സ്കീം അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ സക്സസറായിട്ട് വന്നതാണ് 2004 ന്യൂ പെൻഷൻ സ്കീം അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം. നാഷണൽ പെൻഷൻ സ്കീം എന്നാണ് NPSൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ പോപ്പുലർലി ആളുകൾ ഇതിന് വിളിക്കാറുള്ളത് ന്യൂ പെൻഷൻ സ്കീം എന്നാണ്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക് എംപ്ലോയീസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയീസ്, ഓർഗനൈസ്ഡ് സെക്ടറിനകത്തുള്ള ആംഡ് ഫോഴ്സസ് ഒഴികെയുള്ള ബാക്കിയുള്ള ഓർഗനൈസ്ഡ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലുള്ള എംപ്ലോയീസിനൊക്കെ ന്യൂ പെൻഷൻ സ്കീമിൻ്റെ അല്ലെങ്കിൽ ഈ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമല്ല എല്ലാവർക്കും ഈ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെൻഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഓരോ എംപ്ലോയിയും ഇപ്പോൾ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ ആ എംപ്ലോയിയുടെ സാലറിയുടെയും ഡിയർനെസ് അലവൻസിൻ്റെയും ഒരു % റെഗുലറായിട്ട് അവരുടെ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് അപ് ടു 10% വരെയായിരുന്നു ഈ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു 14% എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വരും. അത് ആരാണോ ഇവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, ഒരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനി, ആ എംപ്ലോയറും ഈ പറയുന്ന പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ പെൻഷൻ ഫണ്ടിനകത്ത് ഒരുപാട്, ഈ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പെൻഷൻ സ്കീംസ് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ എംപ്ലോയീസിന് വേണമെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ കൂട്ടാം, കുറക്കാം. അതിനകത്ത് ഒരുപാട് വേരിയൻസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒരുപാട് പെൻഷൻ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. അതായത് ഇത് ഇത്തരത്തിലൊരു ഫണ്ടായിട്ട്, ഒരു കോർപ്പസ് ആയിട്ട് മാറുന്നതുകൊണ്ട് മാസാമാസമുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടൊരു ഫണ്ടായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിലൂടെ റിട്ടേൺസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെൻഷൻ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പോൾ HDFC ബാങ്ക് ഒക്കെ പോലുള്ള ഒരു 9ഓളം പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെ ചൂസ് ചെയ്യാൻ ഈ പറയുന്ന എംപ്ലോയീസിന് ഓപ്ഷൻ ഉണ്ട്. അവർക്ക് ഈ പറയുന്ന ഹൈ റിസ്ക്, ലോ റിസ്ക് കാറ്റഗറിയിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ഈ ഫണ്ട് ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് തീരുമാനിക്കാം. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഈ നാഷണൽ പെൻഷൻ സ്കീമിനകത്തുണ്ട്. ഇനി നാഷണൽ പെൻഷൻ സ്കീമിന് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, വൺസ് ഈ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു കോർപ്പസ് ആയിട്ട്, വലിയൊരു ഫണ്ടായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഫണ്ടിൻ്റെ ഒരു പോർഷൻ ഇവർക്ക് ലംസം എമൗണ്ട് ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഈ PF-നകത്തൊക്കെ ചെയ്യുന്നത് പോലെ വിഡ്രോ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് ഇവർക്ക് മന്ത്ലി പെൻഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഡെഡിക്കേറ്റഡ് ഫണ്ട് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ബേർഡൻ ഒരു പരിധി വരെ കുറക്കുന്നുണ്ട്. കാരണം എംപ്ലോയീസും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓൾഡ് പെൻഷൻ സ്കീമിനകത്ത് ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഗ്രോവിംഗ് ബേർഡൻ ഒരു പരിധി വരെ അഡ്രസ്സ് ചെയ്യാൻ ഈ നാഷണൽ പെൻഷൻ സ്കീമിനെ കൊണ്ട് പറ്റുമായിരുന്നു. ഓക്കെ, ഇനി നാഷണൽ പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ PFRDA എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ കൂടി, അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോർഡിനെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നാഷണൽ പെൻഷൻ സ്കീം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു അഷ്യോർഡ് പെൻഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻസ് മേക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. ഓൾഡ് പെൻഷൻ സ്കീമിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു അഷ്യോർഡ് പെൻഷൻ കിട്ടുന്നുള്ള ഉറപ്പ് എവിടെയും പറയുന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എംപ്ലോയീസ് മാസാമാസം
അവരുടെ കിട്ടുന്ന സാലറിയുടെ ഒരു പെർസെൻറ്റേജ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് മേക്ക് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ നാഷണൽ പെൻഷൻ സ്കീമിനെതിരായിട്ട് എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന്, എസ്പെഷ്യലി ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഡിഫറൻറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന ഈ നാഷണൽ പെൻഷൻ സ്കീമിന് പകരം അല്ലെങ്കിൽ ഈ ന്യൂ പെൻഷൻ സ്കീമിൽ നിന്ന് ഓൾഡ് പെൻഷൻ സ്കീമിലേക്ക് പോകുന്നതായിട്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള ചില ഗവൺമെൻറ്റുകളൊക്കെ ഇത്തരത്തിൽ പഴയ പെൻഷൻ സ്കീമിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകൾ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഈ പൊളിറ്റിസൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ നാഷണൽ പെൻഷൻ സ്കീമിന് പകരം യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം? യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2004 വന്ന നാഷണൽ പെൻഷൻ സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ മാസം അനൗൺസ് ചെയ്തിട്ടുള്ള പുതിയൊരു സ്കീമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ നാഷണൽ പെൻഷൻ സ്കീമിനകത്തില്ലാത്ത ഒരു കാര്യം, അതായത് ഗ്യാരണ്ടീഡ് പെൻഷൻ എന്നുള്ള സംഭവം ഇവിടെ ഉണ്ട്. ആ ഒരു ഇഷ്യൂ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% ലൈഫ് ലോങ് മന്ത്ലി പെൻഷൻ കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി ഇവിടെ ഉണ്ട്. പണ്ട് നമ്മൾ ഓൾഡ് പെൻഷൻ സ്കീമിനകത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ 50% മന്ത്ലി പെൻഷൻ ലൈഫ് ലോങ് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. രണ്ടാമതായിട്ട് ഈ പഴയ ഓൾഡ് പെൻഷൻ സ്കീമിനകത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഡിയർനെസ് റിലീഫിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ ജീവിത ചെലവുകൾ കൂടുന്നതനുസരിച്ച് പീരിയോഡിക്കലായിട്ട് ഈ പറയുന്ന പെൻഷൻ ഹൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിയർനെസ് റിലീഫ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഫാമിലി പെൻഷനാണ്. അതായത് ഈ എംപ്ലോയീസ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ്റെ 60% ഇവർക്ക് ഇവരുടെ ഫാമിലീസിന് ഫാമിലി പെൻഷനായിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൂപ്പർ ആനുവേഷൻ പേ ഔട്ടാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ്സ് കൂടാതെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരു ലംസം പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഈ നാഷണൽ പെൻഷൻ സ്കീമിനകത്ത് ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു ലംസം പേയ്മെൻറ്റ് ഇവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് പറയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഒരു മിനിമം പെൻഷൻ്റെ ഗ്യാരണ്ടിയാണ്. മിനിമം പെൻഷൻ എന്ന് പറയുന്നത് ഒരു 10 വർഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, മിനിമം 10 years സർവീസ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ പെർ മന്തെങ്കിലും പെൻഷൻ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിനകത്തുണ്ട്. ഇനി ഇത്തരത്തിൽ നമ്മുടെ ഓൾഡ് പെൻഷൻ സ്കീമിനകത്തുള്ള കുറേ ഫീച്ചേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അഷ്യൂർഡ് പെൻഷന്, അതുപോലെ തന്നെ ഫാമിലി പെൻഷൻ പോലുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ചില എലമെൻസും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിനകത്തുള്ളതുപോലെ തന്നെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇവിടെയും ബാധകമാണ്. ഓക്കെ, എംപ്ലോയീസ് അവരുടെ സാലറിയുടെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഗവൺമെൻറ് ഈ എംപ്ലോയീസിൻ്റെ സാലറിയുടെ 18.5% ഗവൺമെൻറ് കോൺട്രിബ്യൂഷനായിട്ട് ആ പെൻഷൻ ഫണ്ടിലേക്ക് മേക്ക് ചെയ്യും. അപ്പോൾ പെൻഷൻ ഫണ്ട് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ മാൻഡേറ്ററി ആണെന്നും മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 2004 ശേഷം നാഷണൽ പെൻഷൻ സ്കീമിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 2004 ശേഷം ജോയിൻ ചെയ്തിട്ടുള്ള റിട്ടയറീസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ നാഷണൽ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് ഈ പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി വേണമെങ്കിൽ ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് മാറാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഏകദേശം 99% ബെനിഫിഷ്യറീസിനെയും ഈ പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനവർ എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PM മുദ്ര യോജനയെക്കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് ഈ മുദ്ര യോജനയുടെ അപ്പർ ലിമിറ്റ്, അതായത് ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് ലോൺസ് ആണ് വരുന്നത്, 3 ലെവലിലുള്ള ലോൺസ് ആണ് വരുന്നത്. അതിൻ്റെ അപ്പർ ലിമിറ്റ് 10 ലക്ഷമായിരുന്നു, അത് പക്ഷേ 20 ലക്ഷമായിട്ട് ഉയർത്തും. അതായത് കൃത്യമായിട്ട് റീപേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ 10 lakh എന്നുള്ളത് അപ്പർ ലിമിറ്റ് 20 lakhs ലോൺ ആക്കിയിട്ട് ഉയർത്തും എന്ന് ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് ഈ മുദ്ര 2.0 എന്നൊക്കെ നമ്മൾ പോപ്പുലർലി വിളിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ മുദ്ര യോജനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ PM മുദ്ര യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത് 2015 സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള MSME സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ സ്കീമാണെന്ന് മനസ്സിലാക്കുക. അതായത് അപ് ടു 10 ലക്ഷം രൂപ വരെ ഇന്ത്യയിലുള്ള നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്മോൾ മൈക്രോ നോൺ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസിന് സെക്യൂർ
അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊളാറ്ററൽ ഫ്രീ ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ് മുദ്ര യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുദ്ര എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആക്ച്വലി ഒരു ഏജൻസിയുടെ പേരാണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ് ഈ മുദ്രയുടെ പേര്. അവരാണ് ഈ മുദ്ര യോജനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മുദ്ര എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ്നെസ്സും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക്കലി നെഗ്ലക്റ്റഡ് ക്ലാസ്സിലൊക്കെ പെടുന്ന എൻ്റർപ്രൂണിയേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇത് ബേസിക്കലി ലോൺ ആണെന്ന് മനസ്സിലാക്കുക. ഇത് കൊളാറ്ററൽ ഫ്രീ ലോണാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ലോൺ എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ലോണുകൾ ഇനി കൊടുക്കുന്നത് ഗവൺമെൻറ് നേരിട്ടല്ല ലോണുകൾ കൊടുക്കുന്നത്. ഗവൺമെൻറ് ബേസിക്കലി ഇതിനകത്തൊരു ഗ്യാരണ്ടർ മാത്രമാണ്. ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്നത് മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഈ മുദ്ര ലോൺ ഇഷ്യൂ ചെയ്യുന്ന മുദ്ര ലോൺ കൊടുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോലുള്ള ഫിനാൻഷ്യൽ ഏജൻസീസ് എല്ലാം തന്നെ ഈ മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ലോണുകൾ കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എൻ്റർപ്രൈസസിനാണ്. അപ്പോൾ അത് മാനുഫാക്ചറിങ് ആവാം, ട്രേഡിംഗ് ആവാം, സർവീസ് ആവാം, അതുപോലെ തന്നെ അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ് ആവാം. കൃഷി ആവാൻ പാടില്ല, പക്ഷേ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൈഡ് ആക്ടിവിറ്റീസ് ആവാം. ഇനി ഈ മുദ്ര ലോണിനകത്ത് നിലവിൽ 3 കാറ്റഗറീസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് ശിശു ആണ്. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 50,000 വരെയാണ്, 50,000 രൂപ വരെയാണ് അതിൻ്റെ ലിമിറ്റ്. രണ്ടാമത്തത് കിഷോറാണ്. 50,000 തൊട്ട് 5 ലക്ഷം വരെയാണ് കിഷോർ കാറ്റഗറിയിൽ വരുന്നത്. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് തരുണാണ്. അത് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെയാണ് വരുന്നത്. അപ്പോൾ ഈ തരുൺ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ അത് കൃത്യമായിട്ട് റീപേ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള MSME സെക്ടറിലുള്ള ആളുകൾക്ക് ഈ ലോണിൻ്റെ ലിമിറ്റ് 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെയായിട്ട് ഉയർത്തി കൊടുക്കാൻ പറ്റും എന്നാണ് ഈ ബഡ്ജറ്റിനകത്ത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ മുദ്ര യോജനയായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇടക്കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു ഇനീഷ്യേറ്റീവാണ് മുദ്ര കാർഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള കമ്പനികൾ ഉണ്ടാകും. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു, എംപ്ലോയീസിന് സാലറി പേ ചെയ്യണം, അല്ലെങ്കിൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കമ്പനിയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈസ ആവശ്യമുള്ള കമ്പനികൾ ഉണ്ടാകും. അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റൽ അറേഞ്ച്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കുകൾ കൊടുക്കുന്ന ഈ മുദ്ര യോജനയുടെ കീഴിൽ ബാങ്കുകൾ കൊടുക്കുന്ന ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ് മുദ്ര കാർഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഒരു അക്കൗണ്ട്, അതായത് ആ കമ്പനിക്ക് ഒരു റണ്ണിങ് അക്കൗണ്ട്, അതായത് അവരുടെ ക്യാഷ് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന അക്കൗണ്ട് ഒരു പെർട്ടിക്കുലർ ബാങ്കിലാണെങ്കിൽ ആ ബാങ്ക് ഇവർക്ക് മുദ്ര ലോൺ കൊടുക്കുന്ന സമയത്ത് അത് മുദ്ര കാർഡായിട്ട് കൊടുക്കും. അതായത് ഇവർക്ക് ആ ബാങ്ക് അക്കൗണ്ടിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ പണം വിഡ്രോ ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കും. പക്ഷേ ആ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അറേഞ്ച്മെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മുദ്ര കാർഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റൂപേ ഡെബിറ്റ് കാർഡാണ്. ഇത് വെച്ചിട്ട് ATM മെഷീൻസിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിലുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ മുദ്ര കാർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോൺ അല്ലാത്തതുകൊണ്ട്, ഒരു ഡയറക്റ്റ്ലി ലോൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ EMI ഒന്നും അടക്കേണ്ട കാര്യമില്ല. പകരം അത് ആ കമ്പനിയുടെ ബേസിക്കലി റണ്ണിങ് അക്കൗണ്ട് ആയിട്ടായിരിക്കും ഈ ഒരു മുദ്ര കാർഡ് ഫെസിലിറ്റി തരുന്ന അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിനകത്ത് നമ്മൾ ആ ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട കാര്യമില്ല. അതിന് ക്യാഷ് നമ്മൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഈ മുദ്ര കാർഡിനുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ മുദ്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആളുകൾക്ക് കൊടുക്കാനും ഈ ലോണിന് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് മുദ്ര മിത്ര എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ പറയുന്ന മുദ്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആളുകൾക്ക് കൊടുക്കുക, ഇവരുടെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ, സ്കീംസൊക്കെ ആളുകൾക്ക് ഫെമിലറൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലോൺ സീക്കേഴ്സ് ആയിട്ടുള്ള മുദ്ര ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബാങ്കുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പർ ലെൻഡിങ് ഏജൻസീസുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ലോൺ റിലേറ്റഡ് മെറ്റീരിയൽസ്, ഇപ്പോൾ ഈ സാമ്പിൾ ലോൺ ആപ്ലിക്കേഷൻ ഫോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മുദ്ര മിത്ര ആപ്പ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള 3 പുതിയ റാംസാർ സൈറ്റുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ പുതിയ റാംസാർ സൈറ്റുകൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ 3 റാംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് നാഞ്ചറയാൻ
ബേർഡ് സാങ്ച്വറി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഈ 3 സൈറ്റുകളിൽ 2 തമിഴ്നാട്ടിലും 1 മധ്യപ്രദേശിലുമാണ്. ഈ നാഞ്ചറയാൻ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈ അവിടുത്തെ ഒരു റിവർ നോയാൽ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്. ആ റിവറിൻ്റെ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ്, ഒരു വെറ്റ്ലാൻഡാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഈ ഇറിഗേഷൻ യൂസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ റിസർവോയർ ആയിരുന്നു. പക്ഷേ പിന്നീട് ഈ പറയുന്ന യൂറേഷ്യൻ കൂട്ടൊക്കെ പോലുള്ള, അതുപോലെ തന്നെ സ്പോട്ട് ബിൽഡ് ഡക്കൊക്കെ പോലുള്ള ടൈപ്പ് ഓഫ് ബേർഡ്സ് ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ ഹൈവേയിലുള്ള ഈ സെൻട്രൽ ഏഷ്യൻ ഹൈവേ എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ഒരു മൈഗ്രേഷൻ റൂട്ടാണ്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെറ്റ്ലാൻഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് സ്ഥിരമായിട്ട് വരാറുണ്ടെന്ന് മനസ്സിലാക്കി ഈ സെൻട്രൽ ഏഷ്യൻ ഹൈവേയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തത് കഴുവേലി ബേർഡ് സാങ്ച്വറിയാണ്. ഇതും തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കോറമണ്ടൽ കോസ്റ്റിലാണ്, ഈ തീരമേഖലയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബ്രാക്കിഷ് വാട്ടർ വെറ്റ്ലാൻഡുകളിലൊന്നാണ് ഇത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഇതൊരു മിക്സ്ഡ് എക്കോസിസ്റ്റമാണ്. ഇതിനകത്ത് സോൾട്ട് മാർഷസ് ഉണ്ട്, മഡ് ഫ്ലാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഷാലോ വാട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജിക്കലി ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന കഴുവേലി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോബലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള പല സ്പീഷീസുകളുടെയും ഒരു ഹോമും കൂടിയാണ്, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഉദാഹരണത്തിന് ബ്ലാക്ക് ഹെഡഡ് ഈ ഐബിസ്, അതുപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലമിംഗോ പോലുള്ള ബേർഡ്സിനെയൊക്കെ നമുക്കിവിടെ സ്ഥിരമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ ഹൈവേ പോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാത്താണ് ഈസ്റ്റ് ഏഷ്യൻ ഓസ്ട്രേലിയൻ ഫ്ലൈവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പ് ഓവർ ഏരിയയും കൂടിയാണ്, അല്ലെങ്കിൽ അവർ ഇടത്താവളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കഴുവേലി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ സ്റ്റോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിലുള്ള ഫ്ലഡ് കൺട്രോളിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കഴുവേലി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഈ റീജൻ്റെ വാട്ടർ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വെറ്റ്ലാൻഡാണിതെന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് തവ റിസർവോയർ ആണ്. അത് മധ്യപ്രദേശിലാണ്. അത് ബേസിക്കലി മധ്യപ്രദേശിലുള്ള തവ റിവർ ഡാം ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർവോയർ ആണ് തവ റിസർവോയർ. അപ്പോൾ ഈ പറയുന്ന ഈ മേഖലയിലുള്ള മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ഒരു വിൻ്ററിങ് ഗ്രൗണ്ടായിട്ട്, ഒരു മാസീവ് വിൻ്ററിങ് ഗ്രൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ തവ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള ഫാം ലാൻഡ്സിന് വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ അതായത് ഇറിഗേഷന് വേണ്ടിയിട്ടും ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ഫിഷിംഗ് സ്പോട്ടും കൂടിയാണ് തവ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. നേരത്തെ പറഞ്ഞ 2 തമിഴ്നാടും ഇത് മധ്യപ്രദേശുമാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ 85 മാറിയിട്ടുണ്ട്. ഇനി എന്താണ് റാംസാർ സൈറ്റ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇൻ്റർനാഷണൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു വെറ്റ്ലാൻഡിനെയാണ്, അതായത് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെറ്റ്ലാൻഡിനെയാണ് നമ്മൾ മലയാളത്തിൽ തണ്ണീർത്തടം എന്ന് പറയും. അതിനെയാണ് റാംസാർ സൈറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാംസാർ സൈറ്റുകളെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാംസാർ കൺവെൻഷൻ അതിൻ്റെ ശരിക്കും അത് അറിയപ്പെടുന്നത് ദ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്നുള്ള പേരിലാണ്. ഇത് 1971 ഫെബ്രുവരിയിൽ ഇറാനിലുള്ള റാംസാറിൽ വെച്ചിട്ട് സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം റാംസാർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. നേരത്തെ 16 ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒരുപാട് റാംസാർ സൈറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ലോകത്തിലെ ഈ ലിത്തിയം ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ചിലി, ബൊളീവിയ, അർജൻറ്റീന എന്നീ 3 രാജ്യങ്ങളുടെ ചില ഏരിയാസ് കൂടിച്ചേരുന്നൊരു മേഖലയുണ്ട്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ലിത്തിയം റിസർവ് ഉള്ളൊരു സ്ഥലമാണ് ഈ അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടുത്തെ ലിത്തിയം മൈനിങ് കാരണം ഈ അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളാണ്. അല്ലെങ്കിൽ ആ ഒരു വാർത്തേൻ്റെ ബേസിസിലാണ് ആ എക്സ്പ്ലെയിൻ്റെ ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള ചിലിയിലെ ബിഗ്ഗസ്റ്റ് സോൾട്ട് ഡെപ്പോസിറ്റാണ് ഈ അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അറ്റക്കാമ ഡെസേർട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ പറയുന്ന ഈ ബൊളീവിയ, ചിലി, അർജൻറ്റീന ഇത് കൂടി ചേരുന്ന ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതിനെയാണ് ലിത്തിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം ലിത്തിയം റിസർവ് ഉള്ളൊരു മേഖലയാണ് ഈ ലിത്തിയം ട്രയാങ്കിൾ. അതിൻ്റെ ഭാഗമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റ്, അല്ലെങ്കിൽ സലാർ ഡെ അറ്റക്കാമ എന്ന് ചിലിയൻസ് വിളിക്കുന്ന സ്ഥലം.
അപ്പോൾ ഈ പറയുന്ന സോൾട്ട് ഫ്ലാറ്റിൻ്റെ താഴെയുള്ള ലേക്ക് ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ലിത്യം റിസർവ് ഉള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ താഴെയുള്ള ലേക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയുള്ള ലിത്യം മൈനിങ് കാരണം ഈ പറയുന്ന ലേക്കിന് അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി ഈ പറയുന്ന അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്തേൺ സൈഡിലും അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കോർഡില്ലറ ഡെലെ സാൽ അല്ലെങ്കിൽ സോൾട്ട് മൗണ്ടെയിൻ റേഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ഡൈനോസറിൻ്റെ ഒക്കെ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ്. ഓക്കെ, ഇനി ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ടുള്ളത് ആൻഡീസ് മൗണ്ടെയിൻസിൻ്റെ പ്രധാനപ്പെട്ട റേഞ്ചസ് ആണ് അല്ലെങ്കിൽ ചെയിനാണ് ഈ പറയുന്ന ഇവരുടെ ഈസ്റ്റേൺ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഒരുപാട് ആക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള വോൾക്കാനോസ് ഉണ്ട്. ഇപ്പോൾ ഒരു ലിക്കാൻ കബൂർ, അക്കമറാച്ചി, അഗൂസ് കലിയൻറ്റസ്, അതുപോലെ തന്നെ ലാസ്കാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറേ ഈ വോൾക്കാനോസും കൂടി ഈ മേഖലയിലുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന അറ്റക്കാമ സോൾട്ട് ഫ്ലാറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ചിലിയിലാണെന്നും അത് ഈ ലിത്യം ട്രയാങ്കിളിൻ്റെ ഭാഗമാണെന്നെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.